ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. 2025 മാർത്തോമാ സുവിശേഷ സേവികാ സംഘം ക്വിസിനു വേണ്ടി തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പാർട്ട് 4. ദൈവം തൻ്റെ വിശ്വാസികൾക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം എന്ത് ഇല്ലാത്തതാണ്? ക്ഷയം, വാട്ടം, മാലിന്യം ഇവ ഇല്ലാത്തത്. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചത് എന്തിനാണ്? നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് എന്ത് ചെയ്യുവീൻ? അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും എന്തുകൊണ്ട് സന്തോഷിക്കണം? അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരുന്നതുകൊണ്ട്. പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നതെങ്ങനെ? അലറുന്ന സിംഹം പോലെ. അധികം സ്ഥിരമായിട്ടുള്ള പ്രവാചക വാക്യത്തെ നാം എന്തുപോലെ കരുതിക്കൊണ്ടാൽ നന്ന്? ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ. കർത്താവ് പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നതാരെ? ഭക്തന്മാരെ. സഹോദരനായ പൗലോസിൻ്റെ ലേഖനങ്ങളെ ശേഷം തിരുവെഴുത്തുകളെ പോലെ തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നവർ ആരാണ്? അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമെന്ന് യോഹന്നാൻ പറയുന്നതെന്ത്? ജീവന്റെ വചനം. യോഹന്നാൻ കുഞ്ഞുങ്ങൾക്ക് എഴുതുന്നത് എന്തുകൊണ്ട്? അവൻ്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കുകയാൽ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരിൽ വസിക്കും? പുത്രനിലും പിതാവിലും വസിക്കും. നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം ഉള്ളതെപ്പോൾ? ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യേണ്ടത് എന്തുകൊണ്ട്? കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ. കുഞ്ഞുങ്ങളെ എന്തിനോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ? വിഗ്രഹങ്ങളോട്. ഒരുത്തൻ ക്രിസ്തുവിൻ്റെ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ എന്തു ചെയ്യരുത്? അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത്. എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ദെമത്രിയോസിന്.
വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ആർക്ക് സർവ്വകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ. യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നത് ആർക്ക്? സകല ജാതികൾക്കും. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് കപ്പൽക്കാർ യോനയോട് എന്ത് ചോദിച്ചു? സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. യോന തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെപ്പോൾ? മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച്. താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചതെപ്പോൾ? നിനിവേക്കാർ ദുർമാർഗം വിട്ട് തിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ. യഹോവയ്ക്ക് അയ്യോ ഭാവം തോന്നിയത് ആരോട്? വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനിവേയോട്. യഹൂദയുടെ പൂജാഗിരികൾ ഏവ? യെരൂശലേം. ഒരുത്തൻ എന്തിനെ പിന്തുടർന്ന് വീഞ്ഞിനെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും നിന്നോട് പ്രസംഗിക്കും എന്നിങ്ങനെയുള്ള വ്യാജം പറഞ്ഞാൽ അവൻ ഈ ജനത്തിന് ഒരു പ്രസംഗിയായിരിക്കും. കാറ്റിനെയും വ്യാജത്തെയും. ആരെല്ലാം ദൈവത്തിൻ്റെ ഉത്തരം ഇല്ലായ്ക കൊണ്ട് അവരൊക്കെയും വായ പൊത്തും. ദർശകന്മാരും ലക്ഷണം പറയുന്നവരും. യഹോവയുടെ ആലയുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കുന്നത് എപ്പോൾ? അന്ത്യകാലത്ത്. ഇസ്രയേലിന് അധിപതിയായിരിക്കുന്നവൻ എവിടെ നിന്ന് ഉത്ഭവിച്ചു വരും? ബെത്ലഹേം എഫ്രാത്തയിൽ നിന്ന്. യഹോവ തൻ്റെ ജനത്തെ എവിടെ നിന്ന് വീണ്ടെടുത്തു? അടിമ വീട്ടിൽ നിന്ന്. യഹോവ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. അവന് ഏതിലാണ് പ്രസാദമുള്ളത്? ദയയിൽ. ഏതു കാര്യത്തിൽ മടുത്തു പോകരുത്. നന്മ ചെയ്യുകയും. മനുഷ്യൻ്റെ വിലയേറിയ സമ്പത്ത് എന്താണ്? ഉത്സാഹം. ആദ്യ യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ ആരല്ല? പത്രോസ്, അന്ത്രയോസ്. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ഏത് ദിവസം?
ആറാം ദിവസം. പത്ത് കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പന ഏതാണ്? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. സഭയായി സേവികാസന ദിനം കൊണ്ടാടുവാനുള്ള ക്രമീകരണം ഉണ്ടായത് ആരുടെ കാലത്താണ്? യോഹന്നാൻ മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ കാലത്ത്. സേവികാ സംഘത്തിൻ്റെ കൗൺസിലിംഗ് സെൻറ്റർ ആരംഭിച്ചതെന്ന്? 2005. സേവികാ സംഘത്തിൻ്റെ ശതാബ്ദി വർഷം മാർത്തോമ സഭാംഗങ്ങളായ സ്ത്രീകൾ രചിച്ച് സംഗീതം നൽകിയ 12 പാട്ടുകൾ ചേർത്ത് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച സംഗീത ആൽബത്തിൻ്റെ പേര് എന്ത്? പെൺപാട്ടുകൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദയവായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.